ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ നിളയെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആകേണ്ട ദിവസമായിരിക്കുകയാണ്. അന്ന് തന്നെയാണ് കാവേരിയുടെയും നരന്റെയും വിവാഹം. നരൻ നിശ്ചയിച്ചിട്ടുള്ളത് അന്ന് തന്നെയാണ്. അങ്ങനെ കാവേരിയാണെങ്കിൽ നരന്റെ കൂടെ അമ്പലത്തിലോട്ട് പോയിരിക്കുകയാണ്. അവിടെ നരന്റെ ഫ്രണ്ട്സും ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ തന്നെ അവളെ ഒരുക്കി നിർത്തുകയും കാവേരിയാണെങ്കിൽ ടെൻഷൻ അടിച്ച് ആകെ അവിടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അതേ സമയത്ത് ഗംഗയും ഇവനും വിനീതൊക്കെ കൂടിയിട്ട് അവിടേക്ക് നിളയുടെ അരികിലേക്ക് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ അവിടെ ഡിസ്ചാർജിന്റെ കാര്യങ്ങളെ അമ്മ ചോദിക്കുന്നുണ്ട്, ശാരദ ചോദിക്കുന്നുണ്ട് കാവേരി എന്തെന്ന് ചോദിക്കുമ്പോ കാവേരി ഇങ്ങോട്ട് പോന്നിട്ടില്ല അല്ലെ, അവൾ അവിടെ കണ്ടില്ല അമ്മേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അവളെ എവിടേക്കാ പോയത്? എവിടേക്കെല്ലാം പോയിട്ടുണ്ടാവും, എന്തായാലും വരുമല്ലോ എന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് നിൽക്കാണ്. എന്തായാലും ഇനി വെയിറ്റ് ചെയ്യണ്ട, നമുക്കെന്നാ പോകാം. അപ്പൊ സിസ്റ്റർ അപ്പോഴേക്കും വരികയാണ്. അപ്പൊ പറയുന്നുണ്ട് ബില്ലൊക്കെ തരികയാണെങ്കിൽ ഞങ്ങൾ പൈസ അടയ്ക്കാം എന്നിങ്ങനെ പറയുന്ന സമയത്ത് ആ സിസ്റ്റർ പറയുന്നുണ്ട് പൈസ ഒക്കെ നിങ്ങളുടെ രണ്ടാമത്തെ മകൾ അടച്ചു പോയല്ലോ എന്ന് പറയുകയാണ്. എപ്പോ എന്ന് ചോദിക്കുമ്പോൾ രാവിലെ തന്നെ വന്ന് എല്ലാ ബില്ലും അടച്ചിട്ടാണ് ആ പെൺകുട്ടി പോയത് എന്ന് പറയുന്നുണ്ട്. അതെയോ, ശരി. അങ്ങനെ അവര് ഡിസ്ചാർജിന്റെ പേപ്പറും മറ്റുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് വിനീതിനോട് പറയുന്നുണ്ട് വണ്ടി വിളിക്ക്, കാറ് വിളിക്കുക എന്തായാലും എന്ന് പറയുകയാണ് ഗംഗ. അപ്പൊ ശരി, ഞാൻ കാറ് വിളിക്കാമെന്ന് പറഞ്ഞു നിൽക്കുന്ന സമയം തന്നെ വിനീതിന്റെ ഫോണിലോട്ട് ഒരു കോള് വരികയാണ്. അപ്പോൾ കാറിന്റെ ഡ്രൈവറാണ് വിളിക്കുന്നത്. ടാക്സി താഴെ വന്ന് നിൽക്കുന്നുണ്ടെന്നാണ് അയാൾ പറഞ്ഞത്. അപ്പൊ നിങ്ങളോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ കാവേരി എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് ടാക്സി ഏർപ്പാടാക്കിയത് എന്നും കൂടി പറയുകയാണ്. അപ്പൊ വിനീത് ആ ഒരു കാര്യം പറയുന്നുണ്ട്. അത് ശരി, ഇവളെല്ലാം അതും ഏർപ്പാടാക്കിയിട്ട് ഇവളെവിടേക്കാ പോയത് എന്നിങ്ങനെ പറയുന്നത്. എന്തായാലും വാ നമുക്ക് പോകാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവർ അതിൽ കയറി വീട്ടിലോട്ട് യാത്ര തിരിക്കുകയാണ്. അമ്പലത്തിലെ കല്യാണത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ നരൻ വരികയാണ്. നരൻ ഇങ്ങനെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പൂജാരി. അപ്പോഴാണ് ആ സമയത്ത് അവിടേക്ക് ജയപാലൻ വരുന്നത്. അങ്ങനെ ജയപാലൻ പെട്ടെന്ന് ആ ഒരു അമ്പലത്തിന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഒരു കല്യാണം കാണുമ്പോൾ ശ്രദ്ധിക്കുന്നതാണ്. അങ്ങനെ അവൻ അമ്പലത്തിന്റെ അകത്തേക്ക് കടക്കുന്നുണ്ട്. പെട്ടെന്ന് ഇവര് രണ്ടുപേരും മുഖാമുഖം, ആദ്യം ബേക്കാണ് ഇവരുടെ കാണുന്നത്. അപ്പൊ ആരാണെന്ന് ശ്രദ്ധിച്ചില്ല, മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ ഇങ്ങനെ മുഖാമുഖം നരനും കാവേരിയും തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് ജയപാലൻ കണ്ണും തള്ളി നിൽക്കുന്നത്. ഇവൻ ഇവളെ കല്യാണം കഴിക്കുക എന്നിങ്ങനെ കാവേരിയല്ലേ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് നോക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും അത് ശരി, അപ്പോ വെറുതെ അല്ല അല്ലേ ഇവൾ ഇവിടേക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ അങ്ങനെ കരുതുന്നുണ്ട്. അതിനുശേഷം പൂജാരി വീണ്ടും പൂജകളൊക്കെ നടത്തുന്ന സമയത്ത് നരൻ പറയുന്നുണ്ട് മതി പൂജാരി, എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല, മതി, ഇനി എന്തായാലും ചടങ്ങുകൾ നടക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ താലി എടുത്തു കൊടുക്കുകയാണ് പൂജാരി. അങ്ങനെ ആ താലി എടുത്ത് അവളുടെ കഴുത്തിൽ കെട്ടുകയും ചെയ്യുകയാണ്. അത് നമ്മുടെ ജയപാലൻ ഫോണിൽ ഫോട്ടോ എടുത്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ജയപാലൻ അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം സിന്ദൂരം തൊട്ടു കൊടുക്കുകയും അതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറി ചാർത്തുകയും അങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവളെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അവളോട് കാറിൽ കയറിയിട്ട് പോകാം, അങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ യാത്ര പറഞ്ഞ് അവർ കാറിൽ കയറിയിട്ട് തിരികെ വീട്ടിലോട്ട് തിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലാണെങ്കിൽ ആദ്യത്തെ കാറ് വരുന്നത് ഈ നിളേനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കാറാണ്. അപ്പൊ അവരെല്ലാവരും വന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അപ്പുറത്ത് മുത്തശ്ശൻ, അതായത് നരന്റെ മുത്തശ്ശൻ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇപ്പൊ മോൾക്ക് എന്ന് ചോദിക്കുമ്പോൾ സുഖായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇവരിങ്ങനെ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിള പതുക്കനെ ഇറങ്ങി വീട്ടിലോട്ട് അങ്ങനെ പോകാൻ നിൽക്കുന്ന സമയം തന്നെയാണ് ഈ നരന്റെ കാറും വരുന്നത്. അങ്ങനെ ആദ്യം തന്നെ നരനാണ് പൂമാല ഇട്ട് ഇറങ്ങുന്ന നരനെ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും വരെ ഞെട്ടുകയാണ്. അതിനുശേഷം കാവേരിയെ കൈ പിടിച്ചിറക്കുന്നത് കണ്ട് എല്ലാവരുടെയും കണ്ണ് തള്ളുകയാണ്. എന്താ ഇത് എന്നുള്ള രീതിയിൽ നരന്റെ വീട്ടിൽ നിന്നും എല്ലാവരും അതുപോലെ തന്നെ കാവേരിയുടെ വീട്ടിൽ നിന്നും എല്ലാവരും വരുന്നുണ്ട്. എന്നിട്ട് ഇവരെ ചുറ്റും കൂടി നിൽക്കുകയാണ്. എന്നിട്ട് ശാരദ കരയുന്നുണ്ട്. ശാരദ ചോദിക്കാണ് ഡി നീ എന്താടി ചെയ്തത്? നിളമോളെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആക്കാൻ നീ വരുമെന്ന് വിചാരിച്ചിട്ട് നീ അവിടേക്ക് വരാതെ നീ ഇതിനാണോടി പോയത് എന്ന് ചോദിക്കുകയാണ്. എടി ദുഷ്ടത്തി നീയേ, അപ്പോ ഈ നാട്ടിലോട്ട് വരാനെന്നൊക്കെ പറഞ്ഞത് ഇതിന് വേണ്ടിയിട്ടാണല്ലേ, നിന്റെ വാക്ക് വിശ്വസിച്ചിട്ടല്ലേ ഞങ്ങൾ ഇവിടേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്
ഭയങ്കരമായ കരച്ചിലും അതുപോലെ തന്നെ തലങ്ങും വിലങ്ങും കാവേരിയെ തല്ലുകയാണ് ശാരദ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗംഗയും വളരെ മോശമായി തന്നെയാണ് കാവേരിയോട് സംസാരിക്കുന്നത്. നീ എന്തിനാണ് ഇതൊക്കെ ചെയ്തത്, നീ എന്താ വിചാരിച്ചത് എന്ന് പറഞ്ഞ് അവളെയും തല്ലുന്നൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ വിനീതും ചോദിക്കുന്നുണ്ട് എന്തിനാ കാവേരി ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യമുനയായാലും ചോദിക്കാണ്, ആരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് നമ്മുടെ നിളമോള് മാത്രമാണ്. അപ്പൊ മുത്തശ്ശിയും പറയുന്നുണ്ട് മോളെ നീ എന്താ ഈ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവര് നിൽക്കുന്നത് നല്ല വെയിലത്താണ്. അപ്പോ ഈ പറയുന്ന നരന്റെ മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് എന്താടാ നീ ചെയ്തത്, നിനക്ക് കല്യാണം കഴിക്കാം, അപ്പൊ നിങ്ങളുടെ ആഗ്രഹമല്ലേ കല്യാണം കഴിക്കണം, ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നില്ല, അതിന് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നരൻ പറയാണ്, അതെ നിക്ക് ഞാനൊരു കാര്യം പറയട്ടെ. ഈ ബഹളത്തിനിടയിൽ നരൻ പറയാണ്, ഞാനൊരു കാര്യം പറയട്ടെ. അതെ നിങ്ങൾ എന്തായാലും ബഹളം വെക്കുകയാണ്, പക്ഷേ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, നല്ല വെയിലാണ്, എനിക്ക് തീരെ പറ്റുന്നില്ല, നിങ്ങളൊരു കാര്യം കണ്ടിന്യൂ ചെയ്തോ, ഞാൻ എന്തായാലും അകത്ത് പോയി AC-യിൽ ഇരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് കാവേരിയോട് പറഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നോളോ എന്ന് പറഞ്ഞിട്ട് നരൻ പോയിട്ട് സുഖമായിട്ട് വീടിന്റെ അകത്തേക്ക് കയറി പോവുകയാണ്. ഇവർക്കിടയിൽ കാവേരിയെ ഇട്ടുകൊടുത്തിട്ട് അങ്ങനെ കാവേരി അവിടെ നിൽക്കുകയാണ്. എല്ലാവരും ചുറ്റിലും തല്ലും. അങ്ങനെ അപ്പൊ പറയുന്നുണ്ട് മതി നിർത്ത്, എത്രയാലും നിങ്ങളുടെ മകള് തന്നെയല്ലേ. അപ്പൊ ശാരദ പറയാണ്, മകളോ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മകളില്ല, എന്തായാലും ഒരു 6 മാസം മുന്നേ എൻ്റെ ഭർത്താവ് മരിച്ചു, ഇവളും എൻ്റെ രണ്ടാമത്തെ മകളും ഇപ്പൊ മരിച്ചിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയും അവിടെ ഇരുന്നിരുന്ന ഒരു കുറച്ച് വെള്ളം അവിടെ ബക്കറ്റിലുണ്ടായിരുന്നു, ആ വെള്ളം എടുത്തിട്ട് ശാരദ തല വഴി ഒഴിക്കുകയും ചെയ്യുന്നുണ്ട്. ദേഷ്യത്തോടു കൂടി അകത്തേക്ക് കയറി പോകുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട്. അങ്ങനെ കാവേരി അവിടെ തന്നെ നിൽക്കുകയാണ്, ബാക്കിയുള്ളവരും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അപ്പൊ അവരും ഇതുപോലെ അത് നമ്മുടെ നരന്റെ മുത്തശ്ശിയും എല്ലാവരും ഗായത്രിയൊക്കെ ചേർന്ന് ചോദിക്കുന്നത്, എന്നാൽ ഇങ്ങനെ ഒരു കാര്യം അവൻ ചെയ്യുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു, ഇവരപ്പോൾ എന്നാ കണ്ടത്, ഇവരിവിടെ വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ, ഇവർ എന്താ സംഭവിക്കുന്നതെന്നൊന്നും ഒരു പിടുത്തവും ഇല്ലല്ലോ എന്ന് പറയുകയാണ്. ഗായത്രിയോട് അച്ഛൻ പറയുന്നുണ്ട്, ഗായത്രി നീ ആ കുട്ടിയെ ഇങ്ങോട്ട് വിളിച്ച്, ആ കുട്ടി അവിടെ നിന്ന് കരയല്ലേ, എന്തായാലും അവർ കൊണ്ടുപോകില്ല, അപ്പൊ നീ ഇങ്ങോട്ട് വിളിച്ച്, നരൻ താലി കെട്ടിയ പെൺകുട്ടിയല്ലേ അത് എന്ന് പറഞ്ഞിട്ട് അവളെ ഇങ്ങ് വിളിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ അവള് അകത്തോട്ട് വരുന്നുണ്ട്. ശാരദയാണെങ്കിൽ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യാണ്, വാ എല്ലാം എടുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് പാക്ക് ചെയ്യാൻ നിൽക്കാണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഇവള് പറയുന്നുണ്ട്, ഗംഗ പറയാണ്, അമ്മ എന്തൊക്കെയാ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെ നിൽക്കണ്ട, അവളെ മുഖം കണ്ടുകൊണ്ട് എല്ലാ ദിവസവും അവളുടെ മുഖം കാണണം, അതുകൊണ്ട് നമുക്ക് നാട്ടിലോട്ട് പോകാം എന്ന് പറയുകയാണ്. അപ്പോൾ യമുന പറയുന്നുണ്ട്, അമ്മ എന്താ പറഞ്ഞിട്ട് ഈ പറയുന്നത്, നാട്ടിലത്തെ കോളേജിൽ നിന്നും പേര് വെട്ടിയിട്ട് ഇവിടെ വന്ന് ചേർത്ത്, ഇപ്പൊ ഞാനൊന്ന് കോളേജിൽ പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയിപ്പോ ഇവിടുന്നും പോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്റെ പഠിപ്പ് പോകില്ല, നീ പഠിക്കേണ്ട, ആരും പഠിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ശാരദ ഭയങ്കര കലിപ്പിലാണ്. അപ്പൊ ഗംഗ പറയുന്നുണ്ട്, അമ്മ പറയുന്നത് പോലെയല്ല കാര്യങ്ങള്, കാരണം ഇപ്പൊ വിനീതേട്ടൻ ഇവിടേക്ക് വരാൻ ഒട്ടും താല്പര്യമുണ്ടല്ല, വിനീതേട്ടൻ ഇനിയിപ്പോ അമ്മയ്ക്ക് അങ്ങനെ ഒരു മകള് വേണ്ട, ഞാനും വിനീതേട്ടനൊക്കെ ഉണ്ട്, അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരും എന്നിങ്ങനെ ഗംഗ പറയുന്നുണ്ട്. എന്നിട്ട് വിനീതേട്ടനെ ഇവിടെ വന്ന് ഇപ്പൊ അച്ഛനൊക്കെ കണ്ട് ഇപ്പൊ ഓർഡറൊക്കെ എടുത്ത് തുന്നലൊക്കെ തുടങ്ങിയില്ലേ, അപ്പൊ പിന്നെ അതൊക്കെ ഇട്ടുപറഞ്ഞിട്ട് ഇവിടുന്ന് പോകാൻ പറ്റും, അമ്മ എന്തായി പറയുന്നത്, തന്നെയല്ല നിളമോളുടെ അവസ്ഥ, അവൾക്ക് ഇത്രയധികം ദൂരം യാത്ര ചെയ്യാനൊന്നും പറ്റില്ല അവളുടെ. അപ്പൊ വിനീതും പറയുന്നുണ്ട്, അത് ശരിയാണ് മാമി, അമ്മായി, അത് ഇവളെ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഡോക്ടറെ അരികിൽ കാണിക്കണ്ടേ, അപ്പൊ നമ്മൾ ഇവിടുന്ന് പോയാൽ എങ്ങനെയാ, അപ്പൊ അതുകൊണ്ട് ഒന്ന് സമാധാനപ്പെടുക. അപ്പൊ ശാരദയോട് അമ്മയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ഒന്ന് സമാധാനപ്പെടുക എന്നുള്ള കാര്യം. അങ്ങനെ അവളെ സമാധാനപ്പെടുത്തി അവിടെ അങ്ങനെ ഇരുത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അവൾ പൊട്ടിക്കരയുകയാണ് നമ്മുടെ കാവേരിയെ ആലോചിച്ചിട്ട്. എന്തായാലും അങ്ങനെ ഒരു ഭാഗം നമുക്ക് ഉടനെ കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.